ഞാൻ മേരി മിറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ എല്ലാ സംവിധാനങ്ങളും പ്രകൃതി ഒരുക്കി തന്നിട്ടും സ്വയം നശിക്കാൻ മനുഷ്യർ തയ്യാറാകുന്നു എന്നുള്ളത് എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നോ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരികയാണ്. സ്വയം നശിക്കാൻ ഇതിലും വലിയൊരു സാധനം നമുക്ക് ഈ ഭൂമുഖത്ത് കിട്ടാനില്ല. എന്തുകൊണ്ടും മനുഷ്യർ ഈ നാശത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു? അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നു, സന്തോഷം തോന്നും. അതിൻ്റെ കാരണം ഡോപ്പമൈൻ എന്ന ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്യും. അത് നമുക്ക് ഫീൽ ഗുഡ് എന്നുള്ളൊരവസ്ഥയുണ്ടാകും. അതുമാത്രമല്ല, ഒരിക്കൽ ആ അവസ്ഥ നമുക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആ അവസ്ഥയിൽ എത്തണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ക്ലാസ്സിൽ ടോപ്പറാകുന്ന കുട്ടികൾ വീണ്ടും വീണ്ടും ടോപ്പറാവും. അപ്പോൾ ഒരിക്കൽ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആ അവസ്ഥയിലേക്ക് എത്തണമെന്നുള്ളൊരാഗ്രഹം കുട്ടിയിലുണ്ടാവും. ഡോപ്പമൈൻ അങ്ങനെ ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഡോപ്പമൈനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ നമ്മളൊരു ഫീൽ ഗുഡ് അവസ്ഥയിലേക്ക് എത്തും. അത് വീണ്ടും വീണ്ടും അനുഭവിക്കണമെന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ അതെടുക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ഫീൽ ഗുഡ് അവസ്ഥയൊക്കെ പോവും. ശരീരം ആകെ പ്രശ്നത്തിലാകുമ്പോൾ പിന്നെ ഫീൽ ഗുഡ് അവസ്ഥയൊന്നും ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറണമെന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. ശീലമായി കഴിഞ്ഞാൽ അത് മാറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. മാറുമ്പോഴുള്ളൊരു അവസ്ഥ വളരെ ഭീകരമാണ്. അതിനെ വിഡ്രോയൽ സിംറ്റംസ് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ നശിപ്പിക്കുന്ന ഇത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമല്ലേ? ഒരു കാര്യമുള്ളത്, ഈ മയക്കുമരുന്നൊക്കെ ആദ്യത്തെ ഡോസ് ഫ്രീ ആയിട്ട് തരുമെന്നാണ് പറയണത്. കാരണം അത് കഴിച്ച് ഈ ഫീൽ ഗുഡ് അവസ്ഥയിലെത്തുന്ന ആള് പിന്നെ അതിൻ്റെ പിന്നാലെ പോയിക്കോളും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ശരിക്കും ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അവർ ചിന്തിക്കുന്നത് ആ ഫീൽ ഗുഡ് അവസ്ഥയെക്കുറിച്ചാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭീകരമായ അവസ്ഥ ഒരുപക്ഷെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പം മെഡിക്കൽ രംഗത്തെ വിദഗ്ധരായ പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു ലേഖനം വായിക്കുന്നതിനിടയായിട്ടോ വല്ലാത്ത ഷോക്കായിപ്പോയി എനിക്ക്. ഇത്ര ഭീകരനാണോ ഈ മയക്കുമരുന്ന്? നമ്മളെ ഇത് ഇഞ്ചിഞ്ചായി കൊല്ലുന്നു എന്നുള്ളതാണ് സത്യം. കഞ്ചാവ്, ചരസ്, കൊക്കൈൻ ഇതൊക്കെ നമുക്ക് നേരത്തെ കേട്ടിട്ടുള്ള മയക്കുമരുന്നുകളാണ്. പിന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനൊക്കെ വന്ന്, ഒരുപക്ഷെ ഞാനിപ്പോൾ കേട്ടതായിരിക്കാം, നേരത്തെ ഉണ്ടോയെന്ന് അറിയില്ല, MDMA, മെഥലിൻ ഡയോക്സി മെറ്റാംഫിറ്റമിൻ. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളാരും ആ വഴിയേ പോകില്ല. ഈ മാരകമായ മയക്കുമരുന്നുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മസ്തിഷ്കമല്ലേ? മസ്തിഷ്കത്തിൽ കോടാനുകോടി ന്യൂറോൺസ് ഉണ്ട്. ഈ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഈ കണക്ഷൻ എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞാൽ എന്തായിരിക്കുമല്ലേ സ്ഥിതി? ഇതാണ് മയക്കുമരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതങ്ങോട്ട് കയറി ബ്രെയിനിനെ ആക്രമിക്കും. ന്യൂറോൺസിൻ്റെ കണക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നുമില്ല. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിക്കും. അതാകെ താറുമാറാകും. നേരത്തെയുള്ള ചിന്താരീതികളൊക്കെ മാറും. കണക്ഷൻ മാറിയതിന് ശേഷം നമുക്കൊരു എത്തും പിടിയും കിട്ടൂല. നമ്മളെന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വേറെ എന്തോ ഒന്നായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. കാരണം ചിന്തകളൊക്കെ ആകെപ്പാടെ പ്രശ്നത്തിലാകും. ഇതിൻ്റെ കണക്ഷൻ മുഴുവനും വലിച്ചു പറിച്ച് കളയൂലേ മയക്കുമരുന്ന്. ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങിലാണ് അത് കയറി പിടിക്കണത്. അപ്പോൾ അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ മറ്റ് ഭാഗങ്ങളിലേക്കും ആ നാശം പടർന്നു കയറും. രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, നമുക്ക് ആളുകളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചില സൂചനകൾ കിട്ടും. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ കൃഷ്ണമണി വലുതാകും. ഈ കണ്ണിലെ കൃഷ്ണമണിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഞരമ്പുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് മസ്തിഷ്കമാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അവിടുത്തെ സകല കണക്ഷനും പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് കൃഷ്ണമണി വികസിച്ച് വരും. ഞാനത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചില കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് നമ്മൾ അവരുടെ കൃഷ്ണമണി ശ്രദ്ധിക്കും. മൂന്നാമത്തെ കാര്യം, മയക്കുമരുന്ന് കഴിക്കുമ്പോൾ ഈ സ്ട്രെസ് ഹോർമോണുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ഉറക്കമില്ലായ്മ, ചെറിയ ഉത്തേജനമൊക്കെ ഉണ്ടാവില്ലേ, ഓവർ തിങ്കിങ്, ഉത്കണ്ഠ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. മയക്കുമരുന്നില്ലേ ശരീരത്തിലെ ഒരു ഭാഗത്തെയും വെറുതെ വിടില്ല. പല്ലുകളൊക്കെ പൊടിയും, പല്ലിറുമ്മും,
പല്ലുകളൊക്കെ ഇങ്ങനെ ബലമായിട്ട് കടിച്ചു പിടിക്കും, പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കും, ചിലപ്പോൾ പൊടിയുകയും ചെയ്യും. പിന്നെ താടിയല്ലോ അതെ മുറുകെ കൂട്ടിപ്പിടിക്കും. ഇങ്ങനെയുള്ള ചില ചേഷ്ടകളൊക്കെ ഇവർ കാണിക്കും. എത്ര നന്നായിട്ടിരിക്കണ ആളുകളാണല്ലേ. ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന ചേഷ്ടകൾ വളരെ വളരെ വിചിത്രങ്ങളാണ്. കാരണം മനസ്സിലായില്ലേ, ഇവിടുത്തെ ന്യൂറോണുകളുടെ സകല കണക്ഷൻസും പോയി. അപ്പം നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ അപഹാസ്യരായിട്ട് മാറുന്നു. നാലാമത്തെ കാര്യം, പല്ലൊക്കെ പിന്നെ പോട്ടെ, നമ്മുടെ ഹൃദയമില്ലേ, ഒരു നിമിഷം പോലും പണിമുടക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവ ഹൃദയം, അതിൻ്റെ കാര്യം അതീവ ഗുരുതരാവസ്ഥയിലാകും. സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെക്കുമ്പോഴേ ഹൃദയത്തിനകത്തേക്ക് ഫംഗസ് കടക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഹൃദയത്തിലേക്ക് വരേണ്ട രക്തത്തിൻ്റെ പമ്പിങ് കുറയും, രക്തധമനികൾ ചുരുങ്ങും. അപ്പോൾ ഓക്സിജൻ്റെ വരവും രക്തത്തിൻ്റെ അളവെല്ലാം കുറഞ്ഞു വരും. ഹൃദയത്തിലേക്ക് രക്തവും ഓക്സിജനും ഒക്കെ എത്തിക്കുന്ന ധമനികളൊക്കെ ചുരുങ്ങി ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമായി മാറും. എത്ര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണല്ലേ. ഫീൽ ഗുഡ് അവസ്ഥ മനുഷ്യനെ ഒരുപാട് മോഹിപ്പിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഈ ആളുകൾ കൃത്യമായിട്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇതേക്കുറിച്ചൊക്കെ അറിയുമെങ്കിൽ ആരെങ്കിലും സമ്മതിക്കുമോ ഈ ശരീരത്തെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ? അഞ്ചാമത്തെ കാര്യം, ശ്വാസകോശത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പണ്ടേ തിയേറ്ററിൽ പോകുമ്പോൾ പുകവലിക്കുമ്പോൾ ശ്വാസകോശത്തിനുണ്ടാകുന്ന പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ ഭീകരമായിരിക്കും നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാം, പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ആറാമത്തെ കാര്യം, ഇവൻ ആരെയും വെറുതെ വിടില്ല കേട്ടോ. നമ്മുടെ കരളില്ലേ, ഒരുപാട് സ്നേഹം തോന്നുന്നവരെ നമ്മൾ എൻ്റെ കരളെ എന്നൊക്കെ വിളിക്കുമല്ലോ. സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള അവയവമാണ് കരള്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം കരളിൻ്റെ കോശനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലൂട്ടത്തയോൺ എന്നൊരു രാസവസ്തുവുണ്ട്. അതിൻ്റെ ഉൽപ്പാദനം വല്ലാതെ കുറഞ്ഞു പോകും. മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും സിറിഞ്ചൊക്കെ പരസ്പരം മാറി മാറി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലിവർ സിറോസിസിന് ഇത് ഒന്നാം തരം ഒരു കാരണമാണ്. ചില ആളുകളെ മദ്യത്തിലെ ഈ മയക്കുമരുന്നൊക്കെ ചേർത്ത് കഴിച്ചു കളയും. പിന്നെ കരൾ തകർന്ന് തരിപ്പണമാകും. ഇനി ഏഴാമത്തെ അവയവമാണ് ആമാശയം. വിശപ്പില്ലായ്മ, രുചിക്കുറവ്, അപ്പോൾ ഭാരമില്ലായ്മയും ഉണ്ടാവും. പിന്നെ വൊമിറ്റിംഗ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ ഇടയുണ്ട്. ഇത് ഒരു ടോട്ടൽ ലിസ്റ്റാണെന്ന് കരുതണ്ട. ഇതോടനുബന്ധമായിട്ട് വേറെയും പല കാര്യങ്ങളുണ്ട്. ക്യാൻസറിന് ഇത് കാരണമാകാം. ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ജീവിതത്തോട് വിരക്തിയാകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഏറ്റവും അവസാനം പറയാനുള്ളത് എട്ടാമത്തെ കാര്യം എന്താണെന്നോ, അതാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം. നമ്മളെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നുണ്ടല്ലേ, യുവത്വം നിലനിർത്തുക. പ്രായമായവരും എങ്ങനെ ചെറുപ്പമാകാമെന്ന് അന്വേഷിച്ച് നടന്ന് അതിനുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നു, അതിനുള്ള മാർഗങ്ങൾ തേടുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ചെറുപ്പക്കാരെയൊക്കെ അകാല വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ് മയക്കുമരുന്ന്. എല്ലാവർക്കും അവനവൻ്റെ അപ്പിയറൻസ് ഒക്കെ നന്നായിരിക്കണം, നല്ല ഭംഗിയായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. ഇതൊക്കെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. അകാല വാർദ്ധക്യത്തിലേക്ക് പോകുന്നു എന്ന് പറയാൻ കാര്യം, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സകല കണക്ഷൻസ് എല്ലാം പോകുമല്ലോ. നമ്മളെ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹങ്ങളൊക്കെ തകരാറിലാകുമ്പോൾ അൽഷിമേഴ്സ് വരാം, പാർക്കിൻസൺസ് വരാം. ഇതൊക്കെ വളരെ പ്രായമാകുമ്പോൾ വരാവുന്ന അവസ്ഥകളാണ്. ഇതെല്ലാം വളരെ നേരത്തെ പിടികൂടും. യുവത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണല്ലോ നമ്മുടെ ത്വക്ക്. അതാകെ പ്രശ്നത്തിലാകുമല്ലോ. ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് അവർ ഏറ്റവും ഭയപ്പെടുന്നൊരു കാലമാണ് ഈ വാർദ്ധക്യം. നമ്മുടെ ലുക്സ് എല്ലാം മാറി നമ്മൾ ക്ഷീണാവസ്ഥയിലെത്തും. അപ്പോൾ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥ വളരെ ചെറുപ്പത്തിലെ ഒരാൾക്ക് സംഭവിക്കും ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ. ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഭീകരാവസ്ഥയല്ലേ. അപ്പോൾ എന്തായാലും ഈ ഭീകരാവസ്ഥ കുറേയൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാകും, ഇങ്ങനെ ഉണ്ടാവും, സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കരുതെന്നുള്ള തീരുമാനത്തിൽ എത്താത്തവരെന്ത് വിഡ്ഢികളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഏറ്റവും അവസാനം ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ അവസ്ഥയിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊന്ന് മോചനം വേണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് ആളുകൾ. നിന്നോട് എനിക്ക് സ്നേഹമില്ല എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ആൾ ചെയ്യുന്ന ചില പ്രശ്നങ്ങളില്ലേ, അതിനോട് സമാനമായ പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ടാവും. അതാണ് വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന ഒന്നാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫീൽ ഗുഡ് അവസ്ഥയിലേക്ക് എത്താൻ മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, ജീവിതത്തിൽ വേറെ പല ലഹരികളുണ്ട്. ഡോപ്പമൈനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്.
നമ്മുടെ ശരീരം നശിപ്പിച്ചുകൊണ്ട്, സ്വയം നശിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് എത്തേണ്ട ഒരവസ്ഥ മനുഷ്യർക്കില്ല. നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കൊക്കെ ഗുണകരമായി ഏറ്റവും മനോഹരമായി കൊണ്ടുപോകുന്നതിലൂടെ ഡോപ്പമൈനും മറ്റ് ഹാപ്പി ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും പല കാര്യങ്ങളും ഉണ്ട് ഡിസ്കസ് ചെയ്യാൻ. തൽക്കാലം നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അത് ഒരു ലഹരിക്കും വിട്ടുകൊടുക്കരുത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്